വെൽക്കം ബാക്ക് ടു എംറ വിമേഷ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മുന്നത്തെ വീഡിയോ കുനാഫയെ കുറിച്ചുള്ളതാണ്. അതിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വീഡിയോ ആണ് അതെല്ലാവരും പോയി കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ഐക്കൺ ഇവിടെ കൊടുക്കാം. കാരണം എനിക്ക് പറ്റിയ കാര്യങ്ങളും എനിക്ക് പറ്റിയ തെറ്റുകളും അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. എന്നാലാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനത്തെ മെറ്റീരിയൽസ് വേണം നിങ്ങളിതിന് വാങ്ങാൻ എന്നുള്ള കാര്യമെല്ലാം മനസ്സിലാവാം. അപ്പോൾ അത് വെച്ചുണ്ടാക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് കറക്റ്റ് കുനാഫ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അത് പോയി കാണാം. അതിനുശേഷം ഈ വീഡിയോ നമ്മുടെ റെസിപ്പി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഇതെല്ലാമാണ് നമ്മുടെ കുനാഫയ്ക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിൻ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുക്കുന്നത്. തിന്നായിട്ടുള്ള റോസ്റ്റഡ് ആയിട്ടുള്ള നല്ല നീളത്തിലുള്ള സേമിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല തിന്നാണ് കേട്ടോ. തിന്ന് തന്നെ എടുക്കണം, വേറെ ടൈപ്പ് എടുക്കരുത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മിൽക്കാണ്, പശുമ്പാലാണ്. 1 കപ്പാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. തണുപ്പ് വിട്ടതായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു അല്പം പാലൊഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് അടുത്ത ഒരു പ്രൊസീജിയർ. അത് വേണം അടുത്തതായിട്ട് ചെയ്യാനായിട്ട്. കട്ടയൊന്നും ഉണ്ടാകുമ്പോൾ കട്ടയില്ലാതെ നമ്മൾ ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് നമ്മൾ നന്നായിട്ട് പാല് വെച്ച് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാണ് ചെയ്യുന്നത്. അതിനുശേഷം പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡറാണ്. നമ്മൾ 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാരയുടെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇത് പാൽപ്പൊടിയാണ്, അത് ശ്രദ്ധിച്ചോളാം. 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ സിറപ്പില്ലേ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ പാലും കോൺഫ്ലോറും കൂടി, അത് നമ്മൾ അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ 1 കപ്പ് പാലിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടാണ് കോൺഫ്ലോറിന് മിക്സ് ചെയ്തെടുത്തത്. അതിൻ്റെ ബാക്കി പാല് ഉണ്ടാവും. ആ പാല് നമ്മൾ ഈ സോസ് പാനിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. ഇതിൽ കട്ട പിടിച്ച് ഇളകാതെ ഒന്നും കിടക്കരുത്. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ സ്റ്റൗവിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എവിടെയും കട്ടകളൊന്നും ഇല്ല എന്നുള്ളത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഗ്യാസിൽ സ്റ്റൗ ഓണാക്കി അതിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇത് കുറുകി പിടിക്കാനും അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൈ വിടാതെ തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതെ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായി തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അതെല്ലാം ഇട്ട് നമ്മുടെ ക്രീം ചീസ്, നമ്മൾ മുന്നത്തെ വീഡിയോ ഒരെണ്ണം ഞാട്ടുണ്ടായിരുന്നു, അതുപോലെ ക്രീം ചീസ് ഉണ്ടാക്കി. ആ ക്രീം ചീസ് 3 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലിടാം, ഡിസ്ക്രിപ്ഷനിലിടാം. ക്രീം ചീസിൻ്റെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ക്രീം ചീസും നമ്മുടെ ഈ കോൺസ്റ്റാച്ചിൻ്റെ ഇതും കൂടി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒരു ചെറിയൊരു കറക്കം മതിയിട്ട്, കുറേ നേരം ഒന്നും ബ്ലെൻഡ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്കപ്പോൾ അത് മിക്സായി കിട്ടും. അങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ കുനാഫയുടെ ഫില്ലിങ്സ് ആണ് ഇത്. നമുക്കത് തയ്യാറാക്കാൻ പറ്റി. ഇനി അടുത്ത് കുനാഫ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് സേമിയ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലോങ് സേമിയാണ്, ഭയങ്കര നൈസാക്കാണ്ട്, എന്നാലും ഒരുവിധം കൈ കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് പൊട്ടിച്ചു കൊടുക്കുക. നല്ല രസമാണ് കേട്ടോ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അത് നന്നായി പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് ബട്ടറും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തിന്നായിട്ടുള്ള ലോങ് ആയിട്ടുള്ള സേമിയാണ് എടുത്തേക്കുന്നത്. സാധാരണ സേമിയ എടുക്കരുത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കുനാഫ ഡവും നമുക്കിതിന് യൂസ് ചെയ്യാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വേണം നിങ്ങൾ വെച്ച് ചെയ്യാനായിട്ട്, വേറെ ഒന്നും എടുക്കരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് നമ്മൾ നന്നായിട്ട് ബട്ടർ ഇട്ട് സേമിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക്
നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ പാനല്ല എടുക്കണേ, നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യണ ഒരു ബേക്കിംഗ് ഡിഷില്ലേ, അതാണ് ഞാൻ എടുക്കണേ. അതിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഡിഷിലാണ് എടുക്കണേ അതിൽ നമ്മളൊന്ന് കുറച്ച് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനൊന്ന് ഗ്രീസ് ചെയ്യാം. അതിനുശേഷം പാനിൽ നമുക്ക് ഈ ഡിഷിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ കാണിക്കുന്നത് ഞാൻ ആദ്യം ചെയ്ത ഒരു വീഡിയോയുടെയാണ്. അപ്പോൾ അതിന് ശേഷം ഇതാ ഇങ്ങനൊരു സെറ്റ് ചെയ്ത് നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്തു. ഒരു ലെയർ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സില്ലേ, ആ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫില്ലിങ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മൊസറല്ല ചീസും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ മൊസറല്ല ചീസിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പുള്ളപ്പും കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അതിൽ സ്പൂൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് എന്താ പറയുക വെർമസിൽ അല്ലെങ്കിൽ ആ സേമിയ നമ്മൾ തിരിച്ച് ആ സ്പൂണിൻ്റെ കൂടെ പോകും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. സ്പാച്ചുല വെച്ച് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ച് തിരിച്ചിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അതിന് ശേഷം നമ്മൾ നന്നായി സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മുടെ ഈ വെർമസലി ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതിയെ നമ്മൾ എടുക്കാവൂ കേട്ടോ. അതിനുശേഷം പകുതി നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് കവർ ചെയ്യണം. ഇതാ ഇതുപോലെ കവർ ചെയ്ത് നമ്മുടെ ഒരു സെറ്റായി. ഇനി നമ്മൾ പ്രീ ഹീറ്റ് നമ്മുടെ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ്റെ സെറ്റപ്പിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു പഴയ ഒരു കുക്കറുണ്ട്. ആ കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് അതിന് മുകളിൽ ജസ്റ്റ് ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ നമ്മുടെ ഡിഷ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത്. ഇത് വെച്ച് നമ്മൾ എന്നിട്ട് പ്രഷർ കുക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ കുക്കറിൻ്റെ അടുപ്പ് വെച്ച് അടച്ചിട്ട് വെയിറ്റ് ഇടാതെയാണ് വെക്കുന്നത്. വെയിറ്റ് ഇടാതെ ഇതിനകത്ത് ഞാൻ 20 മിനിറ്റോളം വെച്ചു. പ്രീ ഹീറ്റ് 10 മിനിറ്റ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് വെച്ചു. അപ്പോൾ കറക്റ്റായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഉള്ളിൽ വെക്കുമ്പോൾ ഈ കല്ലുപ്പോ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒരു പാത്രം മറിച്ചിട്ടിട്ടാ അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ 20 മിനിറ്റ് 25 മിനിറ്റോളം ഞാൻ ഇട്ടുട്ടാ. ആ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എടുത്ത് നോക്കിയത്. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നമ്മുടെ ഈ ഡിഷ് എടുക്കുകയാണ് ചെയ്തത്. എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ പഴയ ഒരു പാൻ എടുത്തിട്ട്, ദോശക്കല്ലൊക്കെ പറയാം, ദോശച്ചട്ടി പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ട് അതിലേക്ക് ഇത് ഞാൻ ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് പൊട്ടും. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് തട്ടിക്കോളോ. പിന്നെ ഇത് നമുക്ക് ചൂടുണ്ട്, അപ്പോൾ ചൂടോടുകൂടി തന്നെ വേണ്ടത് കൊണ്ട് ശ്രദ്ധിച്ച് ഒന്ന് തട്ടാം, എന്നിട്ട് തിരിച്ചെടുക്കുക. അപ്പം ഞാൻ ചെയ്തപ്പോൾ ഒരു പൊടി ഭാഗം ഒന്ന് പൊട്ടി ഒരു സൈഡ്. പക്ഷേ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് കൊടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ ആക്കി എടുത്തു അത്. അപ്പം ഞാൻ കുക്കറിലിട്ട സമയത്ത് പ്രീ ഹീറ്റ് എന്ന് പറഞ്ഞു. പ്രീ ഹീറ്റ് നല്ല നോർമൽ തീയിൽ വെച്ചിട്ട് 10 മിനിറ്റാണ് ഇട്ടത്. അതിനുശേഷം ഞാൻ സിമ്മിലിട്ടിട്ടാണ് വെച്ചത്. അതൊന്ന് പ്രത്യേകം എടുത്ത് പറയണം. 20 മിനിറ്റ് 25 മിനിറ്റ് ഇത് നമ്മുടെ ഈ കുനാഫ അതിൽ വെച്ച് ബേക്കായത് നമ്മുടെ 20 മിനിറ്റ് 25 മിനിറ്റോളം ഞാൻ അതിനെ ഒരു സിമ്മിലിട്ടിട്ടാണ് തീ വെച്ചത്. അത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ഫ്ലിപ്പ് ചെയ്ത് നമ്മുടെ ഈ പാനിലിട്ടൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഏറ്റവും പഴയ ദോശക്കല്ല് ഗ്യാസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ദോശക്കല്ലിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വേണം വെക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് അടി പിടിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇട്ടു. അതിനുശേഷം അത് റെഡി ആയതിനു ശേഷമാണ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയത്. കുനാഫ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറ സൈഡിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായി നമ്മളൊരു സോസ് പാൻ എടുത്തു. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. എത്ര പഞ്ചസാരയാണ് എടുക്കുന്നത് അത്ര വെള്ളം തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒന്ന് കുറച്ച് ഒരു ചെറിയ രീതിയിലൊരു തിക്നെസ് ആവണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് ഇത്തിരി കട്ടിയായി, ഭയങ്കര കട്ടിയല്ല, ഒരു പൊടിക്കൊന്ന് ഇതായിട്ട് വരണ വരെ നമ്മൾ ഇളക്കാം. അതിനുശേഷം ഇത് ബാക്കി നല്ല രീതിയിൽ നൂല് പരിവൊന്നും ആവണ്ട, അതിന് മുന്നായിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ആ ഒരു പരുവത്തിൽ പിന്നീട് കട്ട പിടിക്കാനിരിക്കും നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചൊന്ന് റോസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്യാം. ഒരു ചെറിയ ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്താൽ ഈ ഷുഗർ സിറപ്പിന് റോസ് വാട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ കുനാഫയുടെ മുകളിൽ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിക്കണം. അങ്ങനെ വേണം നമ്മൾ സെർവ് ചെയ്യാൻ. പിന്നെ നമ്മളുടെ കയ്യിൽ പിസ്താഷ്യൂ, അതായത് പിസ്തയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഈ കുനാഫയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബദാമാണ് പൊടിച്ചിട്ടത്. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത തന്നെ പൊടിച്ചിടാൻ ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ ഫ്ലേവർ കോംബോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഈ ഷുഗർ സിറപ്പ് നല്ല ചൂടോട് കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലെടുത്തപ്പോൾ കുനാഫ ഇത്തിരി തിക്നെസ് കുറഞ്ഞു. ഞാൻ ഒരു പാക്കറ്റ് കുനാഫ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, നമുക്ക് ഈ കുനാഫ പകുതി നമുക്ക് താഴത്തെ ലെയർ സെറ്റ് ചെയ്ത് പിന്നെ മുകളിലേക്ക് ലെയർ കൂടി സെറ്റായി വന്നപ്പോൾ ഭയങ്കര തിക്നെസ് കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിക്നെസ്സിൽ ചെയ്യാം. അപ്പോൾ 2 സെറ്റ് സേമിയൊക്കെ എടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ നമ്മുടെ നടുക്ക് വെക്കുന്ന ഫില്ലിങ്സ് കുറച്ച് കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്ത് വന്നപ്പോൾ അത് കട്ടി കുറഞ്ഞ പോലെ തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഫില്ലിങ്സ് അതിൽ കട്ടിയിൽ വെക്കാം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. സേമിയ അപ്പോൾ അതിനനുസരിച്ച് കൂടുതലെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുനാഫ നമ്മുടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കുനാഫ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടല്ലോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതേ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾ പെർഫെക്റ്റായിട്ട് കിട്ടും. ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.